മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ, വേറെന്തൊക്കെയോ പേര് കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്. ഗോപാലകൃഷ്ണൻ സാത്താന്റെ മകനാണ്, സാത്താന്റെ സന്തതികളാണ് ഹിന്ദുക്കള് എന്ന് പറഞ്ഞു. ഹിന്ദുക്കള് നിങ്ങളുടെ സാത്താന്റെ സന്തതികളാണെങ്കിൽ 100% അഭിമാനിക്കുന്നു. ആ സാത്താൻ വന്നില്ലായിരുന്നെങ്കിൽ മാനവരാശി ജ്ഞാനക്കനി തിന്നുമായിരുന്നില്ല. ആ ജ്ഞാനക്കനി എന്ന വിസ്ഡം, അറിവ് തിന്നപ്പോഴാണ് മനുഷ്യന് വിവേകം ഉണ്ടായത്. മോളെ മേരി മാതാവേ, ആ ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ 200 കോടി ക്രിസ്ത്യാനികൾ നഗ്നരായിട്ട് നടക്കുമായിരുന്നു. ദൈവം ആഗ്രഹിച്ചതും അത് തന്നെയാണ്. നീ ജ്ഞാനക്കനി തിന്നരുത്, നിനക്ക് വിവേകം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ ദൈവം ആദവും അവയും ജ്ഞാനക്കനി തിന്നപ്പോഴത്തേക്കും ഉടുതുണിയില്ലാതെ നടക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അവര് നാണം മറച്ചു. ദൈവം അത് കണ്ടുവന്നു. നിങ്ങൾ ജ്ഞാനക്കനി തിന്നു അല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ തിന്നു എന്ന് ആദവും അവയും പറഞ്ഞു. കെട്ടുകഥയുടെ ഭാഗമാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിപാപം ഉണ്ടായത്. ആ ആദവും അവയും ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ ഈ മേരിയോട് ചോദിക്കുന്നു, എങ്ങനെയായിരിക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ജലന്ധർ ബിഷപ്പ് ഉൾപ്പെടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും കർദിനാളും നിങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുക ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ? വെറുതെ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ ഒന്നുമില്ലാതെയാണ് നിങ്ങൾ നടന്നിരുന്നതെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? മനുഷ്യന്റെ വിവേകം സാത്താൻ ജ്ഞാനക്കനി തന്നതുകൊണ്ട്, ആ ജ്ഞാനം അറിവ് നേടിയത് കൊണ്ട്, മനുഷ്യന് വിവേകം ഉദിച്ചതുകൊണ്ട്, നഗ്നരാണെന്ന് മനസ്സിലായതുകൊണ്ട്, നഗ്നത മറയ്ക്കണമെന്ന് മനസ്സിലായതുകൊണ്ട്, അത് സഹിക്കാൻ വയ്യാത്ത ദൈവം അവരെ ശപിച്ചു. ആദിപാപം. എന്തൊരു വിചിത്ര അല്ലേ? മേരി മാതാവേ, നിങ്ങൾ പറഞ്ഞത് സത്യ. ഹിന്ദുക്കൾ സാത്താന്റെ മക്കളാണെങ്കിൽ അഭിമാനത്തോടുകൂടി പറയുന്നു, 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 4 വേദങ്ങളും 6 ദർശനങ്ങളും 6 വേദാംഗങ്ങളിലെ 18 പുസ്തകങ്ങളും ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും ആരണ്യക ഗ്രന്ഥങ്ങളും 108 ഉപനിഷത്തുക്കളും പിന്നെ 2 ഇതിഹാസങ്ങളും ചേർത്തൊരു മഹാസാഗരം മാതിരി അറിവ് നേടാൻ സാധിച്ചത് ഈ അറിവ് കൊടുക്കാനുള്ളവരുള്ളത് കൊണ്ടാണ്. ഈ അറിവ് ഉണ്ടാവണം, അറിവ് കൊടുക്കണം, വിവേകം ഉണ്ടാവണം എന്ന് പറഞ്ഞത് സാത്താന്റെ സന്തതികളാണെങ്കിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് പറയുന്നു, നിങ്ങളുടെ സാത്താൻ നമ്മളുടെ ഈശ്വരനാ. നിങ്ങളുടെ ദൈവം 1,85,000 എണ്ണത്തിനെ കൊന്നു കൊലവിളിച്ച് രക്തം കുടിച്ച് ചെടിച്ച വാളുമൊക്കെ ആയിട്ട് ലോകത്തിലുള്ളവരെ ലോകത്തിലേക്കും അഗ്നിയിലേക്കുള്ളവരെ അഗ്നിയിലേക്കും ചെന്നായ്ക്കൾ വടിച്ച് കീറി ഇറച്ചി കഴിക്കാനുള്ളവരെ അങ്ങോട്ടും വാളിനുള്ളവരെ വാളിലേക്കും ഒക്കെ വിടുന്ന ദൈവമല്ല ഇവിടെ. ഇവിടെ വേറൊരു ടൈപ്പ് ദൈവമാണ്. അത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് സാത്താനാണെങ്കിൽ ആ സാത്താന്റെ സന്തതി പരമ്പരകളാണ് ഹിന്ദുക്കൾ എന്ന് പറയാൻ 100% തുണിയുടുക്കാൻ പഠിപ്പിച്ച, വിവേകമുണ്ടാകാൻ പഠിപ്പിച്ച, ജ്ഞാനക്കനി അറിവ് വിവേകമുണ്ടാകാൻ വേണ്ടി ആ മുരുകനെ കുറിച്ച് പറയുന്ന പോലെ ജ്ഞാനപ്പഴത്തെയ്ത്തിന്ത് എന്ന് പറഞ്ഞ് പട്ടമാളാണെന്ന് തോന്നുന്നു പാടിയ പാട്ട് അറിവിൻ്റെ കനിയാണ്. അത് ബൈബിളിലുള്ള ആപ്പിളും ഇവിടെ മുരുകന്റെ കയ്യിലുള്ള ജ്ഞാനക്കനിയും ഏതാണ്ട് ഒന്നാണെങ്കിൽ ആ അറിവിൻ്റെ കനിയുടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ഹിന്ദു വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് 600 വർഷം വിദേശത്തെ മുസ്ലിങ്ങൾ, 400 വർഷം സെയിന്റ് സേവിയർ ഫ്രാൻസിസ് എന്ന ഭീകരൻ ഉൾപ്പെടെ ഈ നാട് ഭരിച്ചിട്ടും ഗോവ ഇൻക്വിസിഷൻ നടന്നിട്ടും ഈ നാട് ചത്തില്ല. മുസ്ലിങ്ങൾ ആക്രമിച്ച് കയറിയ എല്ലാ രാജ്യവും ഇസ്ലാമവൽക്കരിച്ചു, ക്രിസ്ത്യാനികൾ ആക്രമിച്ച് കയറിയ എല്ലാ രാജ്യവും ക്രൈസ്തവവൽക്കരിച്ചു. അത് ഭാരതത്തിൽ നടക്കാതിരിക്കാൻ കാരണം ഈ ജ്ഞാനക്കനി തിന്ന സാത്താന്റെ മക്കളായി ഇവിടെ എന്ന് തന്നെ പറയാം. ആ സാത്താനെ പൂജിക്കുന്നു. അറിവുണ്ടാവണമെന്ന് മനുഷ്യനെ പഠിപ്പിച്ച സാത്താൻ ജ്ഞാനക്കനി തിന്നണമെന്നും നഗ്നരായിട്ട് നടക്കരുതെന്നും ആ നഗ്നത കാണാൻ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ പോലും നഗ്നരായിട്ട് നടക്കരുതെന്ന് ഉപദേശിച്ച ആ സാത്താനെ ദൈവം ശപിച്ചു. അങ്ങനെ നന്മ ചെയ്ത ഒരു സാത്താനെ ശപിച്ച് നീ ഉരകം ആയി എഴഞ്ഞു നടക്കും എന്ന് മണ്ടത്തരത്തിലൊരു ഉപദേശവും കൊടുത്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ,
മേരി എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതൊക്കെയോ പേര് കൂടി ഉണ്ട്, എനിക്ക് മുഴുവൻ അറിഞ്ഞൂടാ. അത് പറയേണ്ട കാര്യമില്ല, ഇത്രയും പറയേണ്ട കാര്യവും ഇല്ല. ഓർമ്മിക്കുക, ജ്ഞാനക്കനി തിന്നാനും വിവേകമുണ്ടാവാനും ബുദ്ധി ഉണ്ടാവാനും സാമൂഹികമായിട്ട് ഉയരാനും എല്ലാ നന്മകൾക്കും കാരണമായ ജ്ഞാനക്കനി തന്നത് സാത്താനാണെങ്കിൽ ആ സാത്താന് നമോവാകം. തിന്നത് ഹിന്ദുക്കളാണെങ്കിൽ 100% അഭിമാനിക്കുന്നു. ഇനിയൊരു 10,000 കൊല്ലവും അഭിമാനിക്കും. 10,000 വർഷത്തെ ഈ സംസ്കാരം നിലനിർത്താൻ നമ്മളെ പഠിപ്പിച്ചത് ആ ജ്ഞാനക്കനിയാണ്. ദ ആപ്പിൾ ഓഫ് ദ നോളജ്, അല്ലെങ്കിൽ നോളജ് ആപ്പിള്. അതുകൊണ്ട് മേരി മാതാവേ, അത് തിന്നാതെ നഗ്നരായിട്ട് നടക്കൽ തന്നെ ആ ജീവിത ലക്ഷ്യം. അങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കലാണെങ്കിൽ അക്കൂട്ടത്തിൽ നമ്മൾ ഇല്ലെന്ന് കൂടി അറിയിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ ജ്ഞാനക്കനി തിന്ന പാർട്ടിയെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും മതം മാറ്റല്ലേ എന്ന് കൂടി ഒന്ന് വിനീതമായിട്ട് അമ്മച്ചിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം.